ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒന്നാം പ്രതിയായി സംസ്ഥാന ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തു. 9 ദേവസ്വം ഉദ്യോഗസ്ഥരും ഇപ്പോൾ പ്രതികളാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകന് ED അയച്ച സമൻസ് ക്ലിഫ് ഹൗസിൽ സ്വീകരിച്ചില്ല എന്ന റിപ്പോർട്ട്. വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് തിരുവനന്തപുരം എന്ന വിലാസത്തിൽ ED അയച്ച സമൻസ് അയാൾ അവിടെയല്ല താമസിക്കുന്നത് എന്ന കാരണം പറഞ്ഞ് മടക്കി. വിഷയത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും സമൻസിന് ശേഷമാണ് CPM BJP ബന്ധം ശക്തമായതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന പത്തനാപുരം പട്ടാഴി ലക്ഷ്മി വിലാസത്തിൽ രാജി മരിച്ചു. 42,000 കോടി രൂപയുടെ 1,100 കാർഷിക പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ 100 കാർഷിക പിന്നോക്ക ജില്ലകളെ കണ്ടെത്തി കൃഷി മെച്ചപ്പെടുത്താനുള്ള പരിപാടിയും ഇതിലുൾപ്പെടും. പദ്ധതിയിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളും ഉണ്ട്. ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് പരീക്ഷകളിൽ ഫുൾ മാർക്ക്. അവർ ഇനി ഒരു ക്വിസ് ഗെയിം പോലെ പരീക്ഷകളെ ഇഷ്ടപ്പെടും. വിദ്യാർത്ഥികൾക്കിടയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് എക്സാം ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാൻ പ്ലേ സ്റ്റോറിൽ ഗ്ലോബൽ ഗേറ്റ്വേ എന്ന് ടൈപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കുവാൻ ഈ നമ്പറിൽ ബന്ധപ്പെടാം. തിരുവനന്തപുരത്ത് പുതുതായി വൃത്തിയാക്കിയ റോഡ് സുവിച്ച് പൈപ്പ് കണ്ടെത്താൻ കുത്തിപ്പൊളിച്ചു. കിള്ളിപ്പാലം അട്ടക്കുളങ്ങര റോഡാണ് വീണ്ടും തകർത്തത്. അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തക്കി ഡൽഹിയിലുള്ള എംബസിയിൽ നടത്തിയ പത്രസമ്മേളനത്തിലേക്ക് വനിതാ മാധ്യമപ്രവർത്തകരെ ക്ഷണിക്കാത്തതിൽ കനത്ത പ്രതിഷേധം. എന്നാൽ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന പത്രസമ്മേളനവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. നവംബർ 1 മുതൽ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് 30% നിന്ന് 100% അധിക തീരുവ ഉയർത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടു. ചില സോഫ്റ്റ്വെയറുകൾക്ക് കയറ്റുമതി നിയന്ത്രണവും ഏർപ്പെടുത്തി. ഓഹരി വിപണിയിലെ അംഗീകൃത ബ്രോക്കർമാരുടെ ആപ്പുകൾ തിരിച്ചറിയുന്നതിന് പ്ലേ സ്റ്റോറിൽ ടിക്ക് മാർക്ക് സംവിധാനം നടപ്പാക്കാൻ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ SEBI തീരുമാനിച്ചു. വാർത്തകൾ ഇതുവരെ ഇവിടെ പൂർണ്ണമാക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.